യു ഡി എഫ് 80-നും 85-നും ഇടയ്ക്ക് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാകുമെന്ന് കണ്ടറിയണം. കാരണം കേരളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ് പോയത്. യു ഡി എഫും എൽ ഡി എഫും ബലാബലം നിന്ന തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി യു ഡി എഫ് അധികാരത്തിൽ വരുന്നെങ്കിൽ അതിന് 5 ഘടകങ്ങളാണ് ഉള്ളത്. എൽ ഡി എഫിൻ്റെ ഭരണപരാജയമല്ല, മറിച്ച് സ്വാഭാവികമായി എൽ ഡി എഫിന് സംഭവിച്ച വീഴ്ചകൾ. ആ വീഴ്ചകൾ ഇപ്പോൾ CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൽ ഡി എഫിൻ്റെ പ്രമുഖ പാർട്ടി CPM ആണല്ലോ. CPM ആണ് അത് തിരിച്ചറിയേണ്ടതും. CPMന് സംഭവിച്ച വീഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ UDF അധികാരത്തിൽ വന്നാലുണ്ടാകുന്ന സ്ഥിതിവിശേഷത്തെ. പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ, സർവേ അനുസരിച്ചാണെങ്കിൽ, അത് ഞങ്ങളുടെ ലേറ്റസ്റ്റ് സർവേ വരാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഇതുവരെയുള്ള കണക്കുകൂട്ടൽ അനുസരിച്ചാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിൽ 75-നും 77-നും സീറ്റ് നേടി LDF അധികാരത്തിൽ വരാനാണ് സാധ്യത. മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ അതിന് 5 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, തുടർച്ചയായ പിണറായി സർക്കാർ സൃഷ്ടിച്ച ഒരു വിരസത. വികസന പ്രവർത്തനങ്ങളൊക്കെ പിണറായി നടത്തിയെങ്കിലും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മുഖ്യമന്ത്രി എന്നൊരു വിശേഷണം പിണറായിക്ക് ലഭിച്ചു. അദ്ദേഹം പോകുന്ന വഴിയെല്ലാം ബ്ലോക്കാക്കിയിടുക, സെക്യൂരിറ്റിയുടെ ധാരാളിത്തം, ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ അകറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു പ്രധാന ഘടകമാണ്. കെ നായനാരും VS അച്യുതാനന്ദനും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇത്രയും ടൈറ്റായ ഒരു സെക്യൂരിറ്റിയൊന്നും ഇല്ലായിരുന്നു. അവരെയൊക്കെ സെക്രട്ടേറിയറ്റിൽ പോയി കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തെ കാണണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണണം. അങ്ങനെയൊക്കെ പല കടമകൾ കടന്ന് മാത്രമേ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയോട് ഒരു വിരസത കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായാൽ അത് UDFന് ഗുണകരമായി മാറും. 2, PR വർക്കിൽ ഉണ്ടായ പരാജയമാണ്. കഴിഞ്ഞ തവണ ഇലക്ഷൻ്റെ PR വർക്ക് നിയന്ത്രിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെങ്കിൽ ഇത്തവണ MP നികേഷ് കുമാറാണ്. PR വർക്കിലൂടെ മുഖ്യമന്ത്രി കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നികേഷ് കുമാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. വലിയ വലിയ ഫ്ലക്സുകളൊക്കെ അടിച്ചു വെച്ചു, തുടരുമെന്നും തുടരില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ ഫ്ലക്സുകൾക്കൊന്നും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ കാരണം CPIയുടെ ദുർബലമായ അവസ്ഥയാണ്. ബിനോയ് വിശ്വത്തിൻ്റെ കാലം മുതൽ CPI ദുർബലമാണ്. കാനം രാജേന്ദ്രൻ്റെ കാലം വരെ ഉണ്ടായിരുന്ന കരുത്ത് CPIക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് CPI എന്നാൽ വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും അടങ്ങിയ പ്രബുദ്ധരായ നേതാക്കളുടെ പ്രസ്ഥാനമായിരുന്നു. അണികൾ കുറവാണെങ്കിലും നേതാക്കൾ വ്യക്തിത്വം ഉള്ളവരായിരുന്നു. CPIക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്ന് പറയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആ CPI ഇപ്പോൾ ദുർബലമാണ്, വളരെ 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 ദുർബലം. CPIയുടെ പല സീറ്റുകളും CPIക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്. കൊല്ലത്ത് ചാത്തന്നൂർ, ചടയമംഗലം, തൃശ്ശൂരിൽ നാട്ടിക, പട്ടാമ്പിയിലെ ഉറച്ച സീറ്റ്, പീരുമേട്ടിലെ ഉറച്ച സീറ്റ്, ഇതൊക്കെ CPIക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്.
നാലാമത്തെ വലിയൊരു കാര്യം യു ഡി എഫിൻ്റെ ഒരു ഒത്തൊരുമയാണ്. യു ഡി എഫ് ഈ ഇലക്ഷനിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് ആണിത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഒത്തൊരുമ, ഗ്രൂപ്പിസത്തിനതീതമായി അവർ ഒത്തൊരുമിച്ച് നിന്നത് അവർക്ക് ഗുണം ചെയ്യും. അഞ്ചാമത്തെ വലിയൊരു കാര്യം CPM വിമതരുടെ ഒരു ഒഴുക്കാണ്. പാലക്കാട് PK ശശി, തളിപ്പറമ്പിൽ PK ഗോവിന്ദൻ, പയ്യന്നൂരിൽ നമ്മുടെ B കുഞ്ഞികൃഷ്ണൻ, അമ്പലപ്പുഴയിൽ G സുധാകരൻ, ഷൊർണൂറാണെന്ന് തോന്നുന്നു PK ശശി മത്സരിച്ചത്. അങ്ങനെ പലയിടത്തും CPM വിമതരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായി. ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ CPMൽ വിമതർ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം സംജാതമായി. നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വിമതർ രംഗത്ത് വരുന്ന സ്ഥിതിവിശേഷം. ഈ 5 കാരണങ്ങൾ LDFന് തിരിച്ചടിയായി മാറിയേക്കാം. എങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.